ഹരേ കൃഷ്ണ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് ഭക്തജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, എന്നാൽ പോലും ലക്ഷ്മി ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു തരുമോ എന്ന് അറിയിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ അടിപ്രദക്ഷിണത്തിനെ കുറിച്ചിട്ട്. അടിപ്രദക്ഷിണവും ശയനപ്രദക്ഷിണവും ഒരേ ഫലം തന്നെയാണ് കേട്ടോ ചെയ്യുക. പുരുഷന്മാർക്ക് ശയനപ്രദക്ഷിണവും സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണമാണ് കേട്ടോ. ഈ ഒരു പ്രദക്ഷിണം ചെയ്യാൻ തുടങ്ങുന്ന ആദ്യത്തെ ഘട്ടം എന്നുള്ളത് പത്മതീർത്ഥ കുളത്തിലിറങ്ങി ദേഹശുദ്ധി വരുത്തണം എന്നുള്ളതാണ്. ഇറനോടുകൂടെ വേണം ചെയ്യാൻ എന്നാണ് പണ്ടുള്ളവർ പറയുന്നത് കേൾക്കാറ്. ഇപ്പോൾ ആർക്കത് സാധിക്കാറില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകൾ അങ്ങനെ ചെയ്യുക, അല്ലാത്ത ആളുകൾ പത്മതീർത്ഥക്കുളത്തിൽ ഇറങ്ങി കൈകാലുകൾ ശുദ്ധി വരുത്തി പൊന്നു ഗുരുവായൂരപ്പന്റെ ചുറ്റമ്പലത്തിൽ കൊടിമരത്തിനരികിൽ വരിക. അവിടെ നിന്ന് വേണം കേട്ടോ പ്രദക്ഷിണം തുടങ്ങാനായിട്ട്. അടിപ്രദക്ഷിണമാണെങ്കിലും ശയനപ്രദക്ഷിണമാണെങ്കിലും അവിടെ നിന്ന് വേണം തുടങ്ങാനായിട്ട്. അടിപ്രദക്ഷിണമാണെങ്കിൽ പൊന്നു ഗുരുവായൂരപ്പനെ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് ഒരു കാലിന്റെ ഫ്രണ്ടിൽ അടുത്ത കാല് വെച്ച്, അതിന്റെ ഫ്രണ്ടിൽ അടുത്ത കാല് വെച്ച് തള്ളവിരലിനോട് മുട്ടിച്ചിട്ട് വേണം കേട്ടോ അടിപ്രദക്ഷിണം ചെയ്യാനായിട്ട്. ആ സമയത്ത് ഭഗവാന്റെ കീർത്തനങ്ങൾ കൊണ്ടും ഭഗവാന്റെ നാമങ്ങൾ കൊണ്ടും നമ്മൾ പൊന്നു ഗുരുവായൂരപ്പന്റെ അരികിൽ മനസ്സും ശരീരവും ശിരസും ഭഗവാൻ അർപ്പിച്ചുകൊണ്ട് വേണം കേട്ടോ അടിപ്രദക്ഷിണമാണെങ്കിലും ശയനപ്രദക്ഷിണമാണെങ്കിലും ചെയ്യാനായിട്ട്. ഭഗവാന്റെ നാമകീർത്തനങ്ങൾ കൊണ്ട് ഭഗവാൻ പൊന്നു ഗുരുവായൂരപ്പന്റെ പാദത്തിലേക്ക് നമ്മുടെ അടിപ്രദക്ഷിണം എത്തുന്ന രീതിയിൽ വേണം അടിപ്രദക്ഷിണമാണെങ്കിലും ശയനപ്രദക്ഷിണമാണെങ്കിലും ചെയ്യാനായിട്ട്. പുരുഷന്മാർക്കാണെങ്കിൽ കൊടിമരത്തിന് ചുവടെ നീണ്ടു നിവർന്നു കിടന്ന പൊന്നു ഗുരുവായൂരപ്പന് ശിരസും മനസ്സും ശരീരവും അർപ്പിച്ചുകൊണ്ട് പ്രദക്ഷിണം ചെയ്ത് ഒരു വലം വെച്ച് വീണ്ടും കൊടിമരത്തിന്റെ അരികിൽ വരുമ്പോഴാണ് ഒരു പ്രദക്ഷിണം പൂർത്തിയാക്കാൻ സാധിക്കുക. നമ്മളൊരു പ്രദക്ഷിണം കൊടിമരത്തിന്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു പ്രദക്ഷിണം ചുറ്റമ്പലം ചുറ്റി വീണ്ടും കൊടിമരത്തിന് ചൂടെ വരുമ്പോഴാണ് കേട്ടോ ഒരു പ്രദക്ഷിണം അടിപ്രദക്ഷിണമാണെങ്കിലും ശയനപ്രദക്ഷിണമാണെങ്കിലും പൂർത്തിയാക്കാൻ സാധിക്കുക. ആ സമയത്ത് പൊന്നു ഗുരുവായൂരപ്പനെ നാമകീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ നമ്മുടെ അടിപ്രദക്ഷിണമാണെങ്കിലും ശയനപ്രദക്ഷിണമാണെങ്കിലും ഭഗവാന്റെ പാദത്തിലേക്ക് സമർപ്പിക്കുന്ന രീതിയിൽ ആ സമയത്ത് ഭക്തി നിർഭരമായിരിക്കും നമ്മുടെ മനസ്സും ശരീരവും ശിരസും. അപ്പൊ എല്ലാവർക്കും പൊന്നു ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.